കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു കളക്ടർ പോലും കരയുന്ന രംഗം, അവന്തികയുടെ ഒരു എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ? അതിലെ നമ്മുടെ ദുരന്തത്തിലെ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളും നമ്മളോടൊപ്പം ഉണ്ട്. സോ അവന്തിക എന്ന ദിവസം വന്നപ്പോൾ അവന്തികനെ ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പോയിട്ട് കാണാറുണ്ട്. അവന്തിക ഹോസ്പിറ്റലിലുള്ള സമയത്തിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പിന്നെ അവന്തികയും ചേംബറിലൊക്കെ കുറേ തവണ എൻ്റെ കാണാനും വന്നിട്ടുണ്ട്. സോ ഓരോരോ കുട്ടി ഓൾമോസ്റ്റ് നമുക്ക് അറിയാം. പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല തീരുമാനം ഉണ്ടായിരുന്നു, 10 ലക്ഷം കുട്ടികൾക്കും അവർ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അതല്ലാതെ മറ്റുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സ്കീംസും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ സ്പോൺസർഷിപ്പ് മുഖേന ഏകദേശം 61 lakhs നമ്മൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുട്ടികളെ പേരിൽ നമ്മൾ അക്കൗണ്ടിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മോണിറ്റർ ചെയ്യുന്നുണ്ട്. യെസ്, അതൊക്കെ നമ്മൾ എല്ലാ 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചിട്ടും കുട്ടികളിപ്പോൾ എങ്ങനെയാണ് ഉള്ളതും സ്കൂളിലേക്ക് തിരിച്ച് എത്തിയോ, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയോ, ചില കുട്ടികളും സ്റ്റഡി ടേബിൾ വേണം, ബുക്സ് വേണം, അങ്ങനെ ആഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തു. സോ ഇതിലെ എല്ലാത്തിലും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് വേണം. ബിക്കോസ് ഭയങ്കര തിരക്കാണ്, ഇലക്ഷനും എല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിലെ ഒരു പേഴ്സണൽ അറ്റൻഷൻ നമുക്ക് ആവശ്യമായിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ. സോ ഇൻഡിവിജ്വൽ ചൈൽഡ് കെയർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ ഓരോരോ കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഇതൊക്കെ എല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളുടെ അടുത്ത എനിക്ക് ഒരു ബന്ധമുണ്ട്. സോ അങ്ങനെയാണ് അന്ന് അവന്തിക വന്നു, പ്ലോട്ട് എടുത്തും എനിക്ക് കാണിച്ചു, എനിക്ക് ഇതാണ് വീട് കിട്ടിയത്. അപ്പോൾ അത് അങ്ങനെ കാണിക്കുമ്പോൾ ആ കുട്ടിയൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടു, ലൈക്ക് ഷി വാസ് വെരി ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇത്രയും ലൈക്ക് ഷി ഹാസ് ഗോൺ ത്രൂ എ ലോട്ട്, ബട്ട് സ്റ്റിൽ അത്രയും ഒരു ബോൾഡ് ഫേസ് കാണിച്ചിട്ട് കുട്ടി അങ്ങനെ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഇത്ര ഉഷാറായല്ലോ കുട്ടി. ആ ഹോസ്പിറ്റലിൽ കടന്ന അവന്തികയും ഇപ്പോൾ എടുക്കുന്ന കുട്ടി അവന്തികയും രണ്ടാണ്. അപ്പോൾ അത്രയും ആത്മസ്ഥൈര്യമുള്ള ഒരു കുട്ടിയാണ്, അത്രയും ഒരു നല്ല രീതിയിൽ വളർന്നു വന്ന കുട്ടിയാണ്. സോ അവന്തികയുടെ പേരൻസ് ഇല്ല, പക്ഷെ അവന്തിക നമുക്ക് എല്ലാവർക്കും ഒരു മോള് പോലെ തന്നെയാണ്. സോ അതുകൊണ്ടാണ് എനിക്ക് അവന്തികയെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ആളുകൾക്കുള്ളൊരു ആശങ്കയുണ്ട്, കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്, കുട്ടികളെ ആ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ദുരന്ത ബാധിതരുടെ ഫണ്ട് അത് വേറെ ഏതെങ്കിലും രീതിയിൽ പോകുമോ എന്നുള്ളൊരു ഭയമാണ് അവരിൽ ആദ്യം മറ്റുള്ളവരുണ്ടാക്കിയത്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ? അത് മറ്റാർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇല്ല. ഇതിലെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് സർക്കാരിലെ. ബിക്കോസ് നമ്മൾ ഇതിലെ പോക്കറ്റിൽ നിന്നും ഒരു പൈസ നമ്മൾ ചെലവഴിക്കുമ്പോൾ നമുക്ക് ചെലവഴിക്കുക സ്വന്തം പൈസ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപ നമ്മൾ ചെലവഴിക്കണമെങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്, അതൊക്കെ പാലിച്ചിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ. അതല്ലാതെ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. എല്ലാത്തിലും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻസും ഗവൺമെൻറ് ഓർഡേഴ്സും ഓരോരോ കാര്യത്തിനും കണക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാസമാകുമ്പോഴത്തേക്ക് നമ്മളത് റീകോൺസിലേഷൻ ചെയ്തിട്ട് ഗവൺമെൻറ്റിലോട്ട് സബ്മിറ്റ് ചെയ്യാറുമുണ്ട്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും അത് അന്വേഷിക്കാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ മുഴുവൻ ഫണ്ട്സിൻ്റെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ഈ ദുരന്ത ബാധിതരിൽ കുറേ ആളുകൾ ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ട്. 15 ലക്ഷം വാങ്ങിയവരുണ്ട്, പണവും വീടും വേണ്ട എന്ന് പറഞ്ഞു പോയവരൊക്കെ ഉണ്ട്. അന്നത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കാം അവരൊക്കെ തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അതിൽ നമ്മൾ ടൗൺഷിപ്പിലെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓർ ടൗൺഷിപ്പിലെ ഒരു വീട് രണ്ടാണ് നമ്മൾ ദുരന്ത ബാധിതർക്കും ഓഫർ ചെയ്തത്. ആ സമയത്തിൽ ചില ആൾക്കാർ നമുക്ക് രണ്ടും വേണ്ട, നമ്മൾ അവിടെ തന്നെ നിലനിർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആൾക്കാരുണ്ട്. 2B ലിസ്റ്റിൽ ഒറ്റപ്പെട്ടു പോയ വീടുകൾ. ഇപ്പോൾ അവർക്കെല്ലാം തിരിച്ച് ടൗൺഷിപ്പിലെ ഒരു വീടും മതി എന്നാണ് ഒരു 2 ആൾക്കാരും അങ്ങനെ തിരിച്ച് വന്നത്. അതുപോലെ തന്നെ ആദ്യം 15 ലക്ഷം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൈപ്പറ്റി പോയ ആൾക്കാരും ഇപ്പോൾ അത് നമുക്ക് തിരിച്ച് നമ്മൾ അടക്കാൻ തയ്യാറാണ്, നമുക്ക് ടൗൺഷിപ്പിലെ ഒരു വീട് തരണം എന്നാണ് പറഞ്ഞിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊക്കെ എല്ലാം കാണുമ്പോൾ ഇത്ര ഭംഗിയായിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ, ലൊക്കേഷൻ ബെസ്റ്റ് ലൊക്കേഷനാണ്, പിന്നെ വളരെ നല്ല ഭൂമിയാണ്, നല്ല കാലാവസ്ഥയാണ്. അതിനഗൈൻ എല്ലാവരും കൂട്ടായ ഒരു താമസിക്കുമ്പോൾ ആ ഒരു ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഇവിടുത്തെ അമ്യൂണിറ്റീസും, പിന്നെ ഒരു വീട് പറഞ്ഞാൽ ഒരു വീട് മാത്രം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, അതിൻ്റെ നിങ്ങളെ ഗ്രീൻ സ്പേസ് കാണുവാണെങ്കിലും എത്ര വീടിൻ്റെ മുമ്പിലുള്ള റോഡ്സും അതിൻ്റെ വലുപ്പം ഒക്കെ എല്ലാം കാണുമ്പോൾ ഇറ്റ്സ് എ വേൾഡ് ക്ലാസ് അമ്യൂണിറ്റി. സോ ഡെഫിനറ്റ്ലി അവരെല്ലാവരും അത് ആ പൈസ തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് ടൗൺഷിപ്പിലെ ഒരു വീടും മതി പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാരുണ്ട്, അതല്ലാതെ അന്വേഷിച്ച ആൾക്കാരും നമ്മളോടൊപ്പം ഉണ്ട്. മറ്റൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന പട്ടികവർഗ
ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു അന്നത്തെ. അവരുടെ ഒരു രീതിക്കനുസരിച്ച്, ജീവിത സാഹചര്യത്തിനനുസരിച്ചല്ല ഇവിടെ എന്നുള്ളത് കൊണ്ട് വരാൻ മടിച്ചു നിന്നവരുണ്ട്. 13 കുടുംബങ്ങളാണെന്ന് തോന്നുന്നു. അവരുടെ ഒരു പുനരധിവാസം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്നുകൂടെ ഉള്ള ആളുകൾക്കൊരു ആകാംക്ഷയുണ്ടാവും. അതെ അതെ, സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു ദുരന്തം അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ഒറ്റപ്പെട്ടു പോകുന്നതും സ്ത്രീകളും കുട്ടികളും പിന്നെ ഇങ്ങനെ ട്രൈബൽ ഫാമിലീസ് ആയിട്ടുള്ള നമ്മൾ വാട്ട് യു സേ ആസ് ദ സോ കോൾഡ് നമുക്ക് വല്ലറബിൾ ഗ്രൂപ്പ്സ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാരാണ്. സോ ഈ ഡിസാസ്റ്ററിൽ നമ്മൾ എടുത്തു പറയാനുള്ള കാര്യം സ്ത്രീകളെ കാര്യത്തിലും കുട്ടികളെ കാര്യത്തിലും അതുപോലെ തന്നെ ട്രൈബലിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ്റിൻ്റെ എപ്പോഴും ഒരു സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തന്നെ അവരെ കൂടെ പോയി ഇരുന്നിട്ട് സംസാരിച്ച് നോക്കി, നിങ്ങൾ ഇങ്ങോട്ട് വരുമോ, ടൗൺഷിപ്പിലോട്ട് വരുമോ, വന്നാൽ എല്ലാവരുടെ കൂടെ നമുക്ക് താമസിക്കാം. അപ്പോൾ അവർ ഒട്ടും താല്പര്യം പ്രകടിച്ചിട്ടില്ല. നമുക്ക് അവിടെ തന്നെ മതി. അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില ബിലീഫ്സ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ചില ആചരണങ്ങളുണ്ട്. അപ്പോൾ അതിനെ തടസ്സപ്പെടും നമ്മൾ ഇവിടെ നിന്ന് വന്നാൽ നമുക്ക് അവിടെ തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അവിടെ തന്നെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി. പിന്നെ അവരെ കൊണ്ടുപോയിട്ട് കാണിക്കണം. ഇത് നമുക്ക് എല്ലാ സമയത്തിലും ഒരു കൂട്ടം കൂടി അവരെ കൂടെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സോ അങ്ങനെ 13 കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൂമി നമ്മൾ കണ്ടെത്തി. ഏകദേശ അത്ര ഭൂമിയുണ്ട്, അതിനെ കൂടുതൽ ഭൂമിയുണ്ട്, ഹെക്ടേഴ്സിലെ ഭൂമിയാണ് ഉള്ളത്. സോ അതിനെ അവർക്കും അവരുടെ ജീവിതശൈലി അനുസരിച്ചിട്ടുള്ള ഭൂമിയാണ്. അവർക്കും റിവർ സൈഡിൻ്റെ അടുത്ത വേണം, അങ്ങനെയുള്ള അവർ ആചരണങ്ങൾക്ക് ആവശ്യപ്പെട്ടു. സോ അതൊക്കെ അവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. ദേ ആർ ലൈക്ക് വെരി സാറ്റിസ്ഫൈഡ്. കുറേ തവണ 3-4 തവണ നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് കൺസൾട്ടേഷൻ ചെയ്തിട്ട് അവരൊക്കെ എല്ലാം വി ടുക്ക് ദം ഓൺ ബോർഡ്. അത് ഫൈനലാക്കി അതിൻ്റെ സർവേ നടപടികളൊക്കെ എല്ലാം നടത്തി ROR നമ്മൾ തയ്യാറാക്കി. പിന്നെ നമ്മൾക്ക് ടൗൺഷിപ്പിൻ്റെ വീടുകളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് അവിടെ ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പം നമ്മളും ഹാപ്പിയായി. ശരി, നമുക്ക് ഇവിടെയല്ല, ആ 13 വീടുകൾ അവിടെ ഉണ്ടാക്കും. 13 പട്ടികവർഗ കുടുംബങ്ങളുണ്ടായിരുന്നു. അവരെ മറ്റൊരു സ്ഥലത്തേക്ക് 5 ഏക്കറിലധികം സ്ഥലം സർക്കാർ തന്നെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ തന്നെ അവർ എങ്ങനെയാണ് സർക്കാർ ഇതുവരെ കൈകാര്യം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരിക്കുകയാണ് കളക്ടർ.